സോ ഹേ ഗൈസ് വെൽക്കം ടു യു ആർ വാച്ചിങ് ടി വി മോട്ടോമോട്ടീവ്സ് യൂട്യൂബ് ചാനൽ പുതിയുള്ളവരോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴ്നാട് അല്ല നമ്മുടെ V2 വർക്കിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം സെക്കൻഡ് പാർട്ട് ഇട്ടിരുന്നു. ഫസ്റ്റ് പാർട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ കണ്ടില്ലാത്ത ദിവസം കയറി കാണാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ മേളിലോ വല്ല നമ്മുടെ ലിങ്ക് വരുന്നതായിരിക്കും. ആൻഡ് ഇന്നത്തെ നമ്മുടെ ഫൈനൽ പാർട്ടിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വണ്ടി കണ്ടല്ലോ. അതിന് ദിവസം പറഞ്ഞാൽ ഇത്രയൊക്കെ വേണ്ടി തീർത്ത് വെച്ചിട്ടുണ്ട്. ലിവർ ഗാർഡ് അതിൽ കൂടെ നമ്മൾ കയറ്റിയായിരുന്നു. ശരി, ലിവർ ഗാർഡ് പോട്ടെ. അഡ്ജസ്റ്റബിൾ ലിവർ, ബ്ലൂ കളർ അഡ്ജസ്റ്റബിൾ ലിവർ കിട്ടുന്നത് ലിവർ ഗാർഡ് വേറെ വരുന്നുണ്ട്. പിന്നെ റിവേഴ്സ് അതിനൊക്കെ മാറേണ്ടതുണ്ട്. അതിനനുസരിച്ച് ഫ്രണ്ട് മൾഗാർഡ് ഓൾമോസ്റ്റ് ഫിറ്റിംഗ് ആയിട്ടുണ്ട്. ആൻഡ് മാസ്കിൽ കണ്ടല്ലോ, നമ്മളിതാണ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാസ്ക് പറ്റുന്നത്. ഇവിടെ DRL വരും. ആൻഡ് ഇത് കണ്ടല്ലോ, ഇവിടെ നമ്മൾ അതിൻ്റെ ഒരു ഫോലാമ്പ് അപ്പുറത്തെ സെറ്റ് ചെയ്യുന്നുണ്ട്. വണ്ടി നല്ല വൈഡായിട്ടുള്ള മാസ്കാണ്. അപ്പം അതാണ് ഇന്നത്തെ പരിപാടി. അപ്പം ആദ്യം നമുക്ക് ഈ ഫോലാമ്പ് രണ്ടിടത്ത് ഫിക്സ് ചെയ്യണം. DRL വണ്ടിയിൽ കയറ്റിയിട്ട് സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ഫോലാമ്പ് ആദ്യം ഫിറ്റ് ചെയ്ത് വണ്ടിയുടെ ലുക്ക് ഏതാണെന്നുള്ളത് കൺഫേം ചെയ്യാമെന്ന് വെച്ചു. ഇതാണല്ലോ വണ്ടി നിലവിലത്തെ ലുക്ക് ഇതാണ്. ആൻഡ് കിറ്റിൻ്റെ ഫിറ്റിങ്സ് എല്ലാം നമ്മൾ സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം സ്ട്രോങ് ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കിറ്റെല്ലാം അതിന് നട്ട് ബോൾട്ട് കാര്യങ്ങളിലെ ഇപ്പോഴത്തെ അതിൻ്റെ കാര്യങ്ങൾ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ സോ അതിൽ ഇനി പറയുന്നില്ല. ഇതും സെറ്റ് ചെയ്ത് സെൻട്രൽ ബാക്ക് ഏരിയ കവർ ചെയ്ത ശേഷം ടാങ്കുകളൊക്കെ കയറ്റി വെച്ച് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വെച്ച് സീറ്റ് കവർ നമ്മളിപ്പം നല്ലൊരു സീറ്റ് കവർ സെറ്റ് ആയിട്ടുണ്ട്. അത് റെഡി ആകുമ്പോൾ അവിടെ കയറ്റി വെക്കും. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ പരിപാടി കഴിഞ്ഞു. ഇപ്പോഴത്തെ നല്ല ലുക്ക് ഇതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇനി ഫോലാമ്പ് സെറ്റ് ചെയ്ത് മാസ്ക് കയറ്റാം. ഇപ്പോൾ ഫോലാമ്പ് സെറ്റ് ചെയ്ത് എങ്ങനെയാണ് അതുണ്ടോ, നമ്മൾ ഈ ക്ലാമ്പ് സൈഡിൽ നിന്ന് ഇങ്ങനെ ആ കിറ്റോട്ട് വെച്ച് മുറുകിക്കൊണ്ട് ഇടാൻ കൊടുക്കുന്ന അതാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കുള്ള വ്യൂ എന്ന് കാണിച്ചു തരാം. കാരണം ഓവറായിട്ട് തള്ളി നിൽക്കത്തുള്ളൂ. സൈഡിൽ നോക്കുമ്പോൾ കറക്റ്റ് ആ എഡ്ജ് മാത്രമേ കാണത്തുള്ളൂ. നമുക്ക് കിറ്റോട്ട് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ലൈറ്റ് പുറത്തോട്ട് ഫുൾ വരാതെ വരും. സോ നമ്മൾ കറക്റ്റ് ആ എഡ്ജ് നിർത്തുകയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഫോലാമ്പ് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ DRL നമുക്ക് ലാസ്റ്റ് വെക്കാൻ നമ്മൾ പ്ലാൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ഹെഡ് കയറ്റി നമുക്ക് കിറ്റലോട്ടൊന്ന് വെച്ച് നമുക്ക് എങ്ങനെയുണ്ട് ലുക്ക് ഉണ്ട് ഫോലാമ്പിൻ്റെ ഏരിയയൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതോടെ സെറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം. നമ്മൾ മാസ്കിൻ്റെ ഫിറ്റിങ്സ് ഓൾമോസ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി മെയിൻ രണ്ട് ഫിറ്റിങ്സ് വരുന്നത് ഇതാണ്. ഇവിടുത്തെ രണ്ട് ഫിറ്റിങ്സ് ഇത് എന്തുകൊണ്ട് ഈ ഗ്യാപ്പ് വരുന്നൊരു ഐഡിയ ഇല്ല. കാരണം എനിക്കിപ്പോൾ ഇനി ഇത് ഫ്രണ്ടിലത്തെ സാധനം ബെൻഡായിരുന്നു. അപ്പോൾ ഞാൻ ബെൻഡ് നിവർത്തിയായിരുന്നു. അപ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നിർത്തുക. നമ്മളതിൽ ഇത് വലിച്ച് താക്കാൻ പോയി കഴിഞ്ഞാൽ ഹിറ്റ് പൊട്ടും. സോ നമ്മളിവിടെ രണ്ട് സ്പേസസ് ഇട്ട് കൊടുക്കാനുള്ള പ്ലാനായി. അപ്പോൾ അതാണ് പ്രൈമറി ആയിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടെ ഫിക്സ് ചെയ്ത് മേളത്തെ ഫിക്സ് ചെയ്ത് നമ്മുടെ നിഞ്ചാമ്പേഴ്സ് വരുന്നത് നിഞ്ചാമ്പറോടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഓൾമോസ്റ്റ് വഴി കഴിഞ്ഞു. പിന്നെ മേളത്തെ കിറ്റ് വെച്ചാൽ മതി, കണക്ഷൻ കൊടുക്കണം. അതാണ് പിന്നെ മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അത് പിന്നെ അതിൻ്റെ കണക്ഷൻസും കൊടുത്ത് ഞാൻ ഫിറ്റ് ചെയ്തിട്ട് അതിനോട് ബാക്കി ഔട്ട്ടെ കാണിച്ചു തരാം. കണ്ടല്ലോ, ഇതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഏകദേശം ലുക്ക്. വണ്ടി അത്യാവശ്യം അതിൻ്റെ ലുക്കായി വരുന്നുണ്ട്. നല്ല ഹൈറ്റ് ലുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സെറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ അടുത്ത ഫുട് റെസ്റ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്തത്. റൈറ്റ് സൈഡ് കയറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ക്ലാമ്പാണ് എക്സ്ട്രാ അടിച്ചേക്കുന്നത്. ഞാൻ രാവിലെ പറഞ്ഞത് ഇതുണ്ടല്ലോ, ഈ ക്ലാമ്പ് എക്സ്ട്രാ നമുക്ക് വർക്ക് എടുക്കേണ്ടതുണ്ട്. അതിന് പെയിൻറ്റ് ചെയ്യണം. ക്ലാമ്പ് അടിച്ചിട്ട് അതിൽ നമ്മൾ ഓൾറെഡി ബോഡി വെച്ച് മുറുക്കിക്കൊണ്ട് അടുത്തതിൽ വെച്ച് മുറുക്കിയേക്കണം. ഇതിൽ കുറച്ച് ചെറിയ സാധനങ്ങൾ വരാം, ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ വരാൻ ഉണ്ടല്ലോ. വന്നിട്ട് ഞാൻ മൊത്തം ലുക്ക് കാണിച്ചു തരാം. പിന്നെ അടുത്ത സൈഡിൽ നമുക്ക് സെറ്റ് ചെയ്യാം. കാണുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ പരിപാടി ഓൾമോസ്റ്റ് തീരാറായി. ഞാൻ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളെല്ലാം കയറ്റി കുറേ ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷൻസ് കൊടുത്തു. ഹെഡ് കത്താൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ വൈസറിൻ്റെ ഹോളിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമാതിരി നമ്മൾ വൈസറിൻ്റെ ഹോൾ നട്ടാക്കും. ജസ്റ്റ് ഒരു അടയാളത്തിന് വേണ്ടി ഇട്ട് വെച്ചേക്കുന്നതാണ്. വൈസർ നട്ടാക്കും. ഇനി ഇൻഡിക്കേറ്റർ മിറർ കയറണം. മിററിനകത്ത് ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ബോഡി കിറ്റ് ഞാൻ ജസ്റ്റ് ആ സെറ്റ് ചെയ്യണം. നമ്മുടെ വയറിങ് ചെയ്യാൻ വേണ്ടി അഴിച്ചപ്പം അഴിച്ച് വെച്ചത്. അപ്പോൾ അത് തിരിച്ച് കയറ്റണമല്ല. അതുകൊണ്ട് ബാക്കിലത്തെ ബ്രേക്കോടെ പമ്പ് ചെയ്യണം. അതേ ഉള്ളൂ പരിപാടി. ബാക്കി നമ്മുടെ ഫോക്കസ് കാര്യങ്ങളെല്ലാം പക്കയായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി മൊത്തത്തിൽ ഫിനിഷ് ചെയ്ത് ഒരു ഔട്ടെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ടോട്ടൽ ഔട്ട്ലുക്ക് കാണിച്ചു തരാം. സ്റ്റിക്കറിൻ്റെ ഒരു ഇവിടെ ഒരു ഡിസൈൻ വരും. സ്റ്റോക്ക് ഡിസൈൻ തന്നെ സെർച്ച് ചെയ്യുക കേട്ടോ. ഇവിടെ R1M വരും. ഫ്രണ്ട് മാസ്കിലൊരു ഡിസൈൻ ഉണ്ട് കേട്ടോ. അത് കഴിവിക്കൊണ്ടിരിക്കണം. ആക്കിയിട്ടുണ്ട്. വണ്ടിയുടെ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഇത് R15 വേർഷൻ 2 ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. R1M ഫുൾ ബോഡി കിറ്റ് അല്ല, മാസ്ക്,
ടെയിൽ ടാങ്ക് വരുന്ന ഒരു ഹാഫ് ബോഡി കിറ്റാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ബാക്കിയുള്ളത് മൊത്തം നമ്മുടെ സ്റ്റോക്കാണ്. പിന്നെ ഒരു ലോ അണ്ടർവെല്ലിയ കിറ്റിനകത്ത് വരുന്നുണ്ട്. ആൻഡ് വണ്ടിയുടെ വരുന്ന ആ സെയിം റൈസിംഗ് ബ്ലൂ കളറിലുള്ള പെയിൻറ്റും ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ആർസി ടൈപ്പ് മൾഗാർഡ് വരുന്നുണ്ട്. ആൻഡ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മളൊരു കാർബൺ ഫൈബർ റിവർ ഗാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ആർസി ഗ്രിപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ സെയിം മാച്ച് ആകുന്ന പോലെ നമ്മുടെ മെറ്റാലിക് ബ്ലൂവിലൊരു MC കിറ്റ് വരുന്നുണ്ട്. നമ്മുടെ ലിവർ വരുന്നുണ്ട്, അഡ്ജസ്റ്റബിൾ ലിവർ വരുന്നുണ്ട്. ആൻഡ് R1M ടിപ്പ് ഇൻഡിക്കേറ്ററിൻ്റെ മിറർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫ്രണ്ടിൽ വരുമ്പം ചെറിയ രീതിയിലൊരു വൈറ്റിൽ R1M എന്നൊരു ലോഗോ വരുന്നുണ്ട്. ആൻഡ് DRL വർക്കും ചെയ്തിട്ടുണ്ട്. താഴെ HGയുടെ ഫോലാമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്. ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ടെയിൽ പീസ് ചെയ്തേക്കുന്നത് R15 V3 ആണ് ടെയിൽ ചെയ്തേക്കുന്നത്. ആൻഡ് ബാക്കിൽ യമഹ എന്ന ലോഗോ, പിന്നെ സ്പീഡിൻ്റെ ഒരു ചെറിയൊരു ടെയിൽ ഡാഡി വന്നിട്ടുണ്ട്. ഡ്യൂക്കിന് ഇൻഡിക്കേറ്റേഴ്സാണ് ബാക്കി ചെയ്തേക്കുന്നത്. ആൻഡ് ഇപ്പുറത്ത് ഫുട്രസ്റ്റ് നോക്കുവാണെങ്കിൽ റേസിംഗ് ടൈപ്പ് യമഹയുടെ ആ സെയിം ബ്ലൂ കളർ വരുന്നതിൽ ഒരു ഫുട്രസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഫ്ലഷ് മൂൺ ഇൻഡിക്കേറ്ററാണ്, ബാക്കിൽ ഞാൻ പറഞ്ഞ ഡ്യൂക്കിൻ ഇൻഡിക്കേറ്റർ. വേറെ ഒന്നും നമ്മൾ ഓവറായിട്ട് വണ്ടി ചെയ്തിട്ടില്ല. വണ്ടി അത്യാവശ്യം നീറ്റ് ലുക്കിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ചെറിയൊരു സ്റ്റിക്കർ വർക്ക്, സ്റ്റോക്ക് സ്റ്റിക്കറായിട്ട് ഫാമിലി സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളതാണ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിനെപ്പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വെരി സ്പെഷ്യൽ താങ്ക് യു TVM ഓട്ടോമോട്ടീവ്സ്.